കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ ഉരുപ്പടി കാണാതായ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശിനെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ബിജെപി പ്രതിഷേധം നടക്കുകയാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, എങ്ങനെയാണ് പ്രതിഷേധം? ഇപ്പോൾ എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? അനുജ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുള്ളത്. എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നില്ല? ഇത്തരത്തിൽ 20 പവനോളം സ്വർണ്ണ ഉരുപ്പടികൾ ഇവിടെ നിന്നും നഷ്ടമായിട്ട് എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്ന ചോദ്യമാണ് ബിജെപി ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഈ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശിനെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഇപ്പോൾ ബിജെപി നേതാക്കൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇതുവരെ നിലവിൽ പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവരിതുവരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇത് കേവലം ഈ ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ മാത്രം പ്രശ്നമല്ല. നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇതിന്റെ തൊട്ടടുത്ത് നിർമ്മല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും ഇതുപോലെ സ്വർണം കാണാതായിട്ടുണ്ട്. ഇവിടെയൊക്കെ രാഷ്ട്രീയക്കാർ ആളുകളെ നിയമിച്ചുകൊണ്ട് ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയാണ് ഈ 2 സ്ഥലങ്ങളിലേക്കുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ 2 സ്ഥലത്തെയും ഭരണസമിതിയിലേക്ക്, മാനേജിംഗ് ട്രസ്റ്റിയിലേക്ക് ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത് ഏരിയ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി കൂടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണിത്. അതുകൊണ്ടാണ് പരാതി വൈകുന്നത്, അതുകൊണ്ടാണ് പോലീസിന്റെ നടപടി ഇല്ലാത്തത്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിനോദിനെ മാത്രം അങ്ങ് തള്ളിപ്പിടിച്ചിട്ട് അയാളാണ് പ്രതി എന്ന് ഉയർത്തി കാണിച്ച് ശബരിമലയിൽ കാണിക്കുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ കുഴപ്പം എന്ന് കാണിച്ച് ലഘൂകരിക്കാനുള്ള ശ്രമമാണ്. അതിനെ ബിജെപി ചെറുക്കും. ഇന്നാണ് അനുജ ഈ വിനോദ് കുമാർ ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതായ സ്വർണവുമായി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. 11 മണിയോടെ എത്തുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 11 മണിയായിട്ടും അദ്ദേഹം എത്തിയിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലായിരുന്നു കാര്യങ്ങൾ പോയത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. നമുക്ക് നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശ് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പരാതി ക്ലർക്ക് തയ്യാറാക്കുന്നുണ്ട്, സുധാകരൻ തയ്യാറാക്കുന്നുണ്ട്. സർ, എത്രത്തോളം ഇതിൽ പോയിട്ടുണ്ട്? 20 പവനാണ് നിലവിൽ പറയുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു കണക്കെടുപ്പ് എങ്ങനെയാണ്? നമുക്കൊരു ഏകദേശം ഒരു പറയാം, നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നു. ഏകദേശം 166 ഗ്രാമാണ് നമുക്ക് പോയിട്ടുള്ളത്. 166 ഗ്രാം ഏകദേശമാണ് കേട്ടോ. അത് കൃത്യമായിട്ട് വരണമെങ്കിൽ വെരിഫിക്കേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. അതിന് ചോദിക്കുന്ന ഒരു ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും പോലീസിൽ പരാതി നൽകിയില്ല എന്നത്? പോലീസിൽ പരാതി ഇദ്ദേഹം ഈ 2 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് സ്വർണം നമുക്ക് കൈമാറുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹം കഴിഞ്ഞ 18-ാം തീയതി ഇതിന് ഏകദേശം ഒരു 80% സ്വർണം തിരിച്ചു തരുന്നത്. അപ്പം ആ സ്വർണം തിരിച്ചു തന്ന സമയത്ത് അദ്ദേഹം മിസ്സിംഗ് ആയ സാധനം 3-ാം തീയതി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ അത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ആയ കാര്യത്തിൽ 8-ാം തീയതി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അല്ല 80% തിരിച്ചു തന്ന സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ 80% തിരിച്ചു തന്ന സാഹചര്യം എന്തായിരുന്നു? നിങ്ങൾ ചോദിച്ചിട്ടാണോ തന്നത്? എന്താണ്? ഞങ്ങൾ നിയമ നടപടിക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം ഇതിങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് തന്നോളാം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ ആ 18-ാം തീയതി തന്നെ ഈ പരാതി പോലീസിൽ പോകുമായിരുന്നു. ഇനിയിപ്പം ഇന്ന് പോലീസിലേക്ക് പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 8-ാം തീയതി 11 മണിക്കുള്ളിൽ ആൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പരാതി കൊടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഇന്നലെ ബന്ധപ്പെട്ട പത്രപ്രവർത്തകരോട് മുഴുവൻ നമ്മൾ പറഞ്ഞതാണ്. 11 മണിക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പരാതി കൊടുക്കും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി തയ്യാറാക്കി. അല്ലല്ല, അതാണ് കിട്ടാനുള്ളത്. അതും എക്സാക്ട് അല്ല കേട്ടോ. അത് ശരിക്കും ആ വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അത് എത്രയെന്ന് ഇവിടെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് എപ്പോഴായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നു? ഈ 80% തിരിച്ചു തന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ ദിവസമാണ്, അതായത് 18-ാം തീയതി അദ്ദേഹം തരുന്ന സമയത്താണ് നമ്മൾക്ക് മിസ്സിംഗ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുവരെ അയാളാണ് കസ്റ്റോഡിയൻ, അയാളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. കസ്റ്റോഡിയൻ അയാളാണെന്ന് പറയുന്ന സമയത്ത് തന്നെ 2 ഉദ്യോഗസ്ഥന്മാർ ഇവിടെ മാറി വന്നു, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. ആ സമയത്തൊക്കെ പരാതി നൽകുന്നു, ദേവസ്വം ബോർഡിന് പരാതി നൽകുന്നു. എന്നിട്ടും ഇയാൾ കസ്റ്റോഡിയൻ നിൽക്കുന്ന സമയത്ത് ഇത്രയും സമയം എന്തുകൊണ്ട് പോലീസിലേക്ക് ഇത് പോയില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ നമ്മൾ എല്ലാ നിയമ നടപടിയും പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അയാൾക്ക് നേരെ കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ ഉരുപ്പടി കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശ് തത്സമയം പ്രതികരിക്കുകയായിരുന്നു. അവിടെ പ്രതിഷേധം നടന്നു. ബിജെപി പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.